ദേശീയ രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയും എൻ.ഡി.എയും വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. 370 മുതൽ 430 വരെ സീറ്റ് ബി.ജെ.പിക്ക് ലഭിക്കുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ പരാജയമാണ് അവർക്കുണ്ടായത്. ബി.ജെ.പിക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യം നല്ല രീതിയിലുള്ള മുന്നേറ്റം സാമാന്യം കൈവരിക്കുന്നതിനു വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ ഫലപ്രദമായി ഇടപെടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സീറ്റ് മാത്രമാണ് ജയിക്കാൻ സാധിച്ചത്. എൻ.ഡി.എ ഒരു സീറ്റ് കേരളത്തിൽ നേടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് എൻ.ഡി.എക്ക് ജയിക്കാനായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇതുപോലെ വലിയ തോൽവി ഏറ്റുവാങ്ങാനിടയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. തോൽവി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതുപോലെ സ്വയം വിമർശനപരമായി പരിശോധിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ആ പാറ്റേൺ അനുസരിച്ചാണ് ഇപ്രാവശ്യവും കേരളത്തിൻ്റെ വിധിയെഴുത്ത് ഉണ്ടായത്. ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭിമാനമായിട്ടുള്ള കാര്യം. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ തൃശ്ശൂരിലെ അത് സംബന്ധിച്ചൊരു വിശദമായ പരിശോധനയൊന്നും നടത്താൻ ഇപ്പോഴും സാധിക്കുന്നതല്ലെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് അത്രത്തോളം വോട്ട് ബി.ജെ.പിക്ക് അധികമായിട്ട് കിട്ടുകയും ചെയ്തിരിക്കുകയാണ്. അതിൽ കുറഞ്ഞ വോട്ട് കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഉള്ള നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല, അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ബി.ജെ.പിയെ വിജയിപ്പിക്കാൻ നിയമം പോലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അങ്ങനെയാണ്. കോൺഗ്രസിൻ്റെ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടാണ്. അതുപോലെ എന്തെങ്കിലും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കുന്നതാണ്. മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ കോൺഗ്രസ് ഉൾപ്പെടെ ചേരാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ആർക്കറിയാതെ അതിപ്പോഴും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അല്ല അവർ 18 സീറ്റ് ജയിച്ചതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരങ്ങനെയല്ലേ പറയാം. ഭരണവികാരം മാത്രമല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയല്ലാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വിധി ഇത് തന്നെയല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി ഉണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും രണ്ടാമത്തെ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും അത്ര കാര്യമായിട്ട് പറയുന്നതല്ല. ഞങ്ങളിനി ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ അതല്ലേ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള പരിശോധനയും പാർട്ടി അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തില്ല. അതൊക്കെയായിരുന്നു. അതെ, അതല്ല സ്ഥാനാർത്ഥി നിർണയം, അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി, ഉൾക്കൊള്ളേണ്ടതെന്ന് ഉൾക്കൊണ്ട് അങ്ങനെയല്ലേ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക. ഞങ്ങൾ 100% ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം. ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.